السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه وبعد. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ജനുവരി മാസം 17-ാം തീയതി ലാ തുഹ്മിലു ഔലാദക്കും, മക്കളെ അവഗണിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലാണ് UAE ജുമുഅ ഖുതുബ. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും തഖ്വയുള്ളവരായിരിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാമയനായ അള്ളാഹുവിന്റെ അടിമകളുടെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്കു നീ കണ്ണിനു കുളിർമ നൽകുകയും ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്കു മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണവർ. സത്യവിശ്വാസികളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നുഴഞ്ഞുകയറി അവന്റെ ഇച്ഛാശക്തിയെ ക്ഷയിപ്പിക്കുകയും കുടുംബത്തിൽ ഇടപെട്ട് കുടുംബത്തിന്റെ നെടുംതൂണുകളെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരാപത്ത്, നിന്ദ്യമായ ഒരു ശീലം, അങ്ങേയറ്റം ആക്ഷേപാർഹമായ ഒരു പ്രകൃതം അവഗണന എന്നാണ് അതറിയപ്പെടുന്നത്. അവഗണന എന്നാൽ ഉത്തരവാദിത്ത നിർവഹണത്തിലെ അലംഭാവമാണ്, ബാധ്യതകൾ നിറവേറ്റുന്നതിലെ അലസതയാണ്, ഉത്തരവാദിത്തങ്ങളും വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുക്കളും നഷ്ടപ്പെടുത്തലാണ്. അത് സൃഷ്ടിജാലങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട് നാം ചെയ്യുന്ന പാതകമാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കളെ അവയുടെ അവകാശികളിലേക്ക് കൊടുത്തുവീട്ടണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അവഗണനകളിൽ ഏറെ മാരകമായതും ഏറ്റവും അപകടം നിറഞ്ഞതും അങ്ങേയറ്റം വ്യാപകമായ പ്രതിഫലനമുണ്ടാവുന്നതും മാതാപിതാക്കൾ മക്കളെ അവഗണിക്കുക എന്ന കാര്യമാണ്. മക്കൾ നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന്, നമ്മുടെ ചുമലിലെ അമാനത്താണെന്ന് നാം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മക്കൾ മാതാപിതാക്കളുടെ അമാനത്താണ്. മക്കളെ മാതാപിതാക്കൾ നന്മ പഠിപ്പിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്താൽ മകൻ ആ രീതിയിൽ വളരുകയും ഇഹപര വിജയികളിൽ ഉൾപ്പെടുകയും അവന്റെ മാതാപിതാക്കൾ ആ നന്മയിൽ പങ്കാളികളാവുകയും ചെയ്യും. എന്നാൽ ഇനി മകൻ തിന്മയാണു ശീലിപ്പിക്കപ്പെടുന്നതെങ്കിൽ അവൻ പരാജിതനാവുകയും ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ മാതാപിതാക്കൾ വന്നുചേരുകയും ചെയ്യും. സത്യവിശ്വാസികളെ, മക്കളോട് മാതാപിതാക്കൾ പുലർത്തുന്ന അവഗണനകളിൽ അങ്ങേയറ്റം അപകടകരമായ ഒന്ന് അവരെ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയാണ്. അങ്ങനെ നമ്മുടെ ആൺമക്കളും പെൺമക്കളും ആരാധനകളെ കുറിച്ചു ബോധമില്ലാതെ, അള്ളാഹുവിന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, അവരുടെ നിസ്കാരങ്ങളെ പരിഗണിക്കാതെ വളർന്നു വരാനിടയാകും. അള്ളാഹു പറയുന്നത് നാം കേട്ടിട്ടില്ലേ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, താങ്കളുടെ കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കുകയും ആ കാര്യത്തിൽ താങ്കൾ ക്ഷമയോടെ നിലകൊള്ളുകയും ചെയ്യുക. നമ്മുടെ പ്രവാചകരും പറഞ്ഞിട്ടുണ്ട്, അല്ലിമു ഔലാദകുമുസ്സലാഹ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കണം. എങ്ങനെ നാം ഇത് ചെയ്യാതിരിക്കും? നിസ്കാരമാണ് മക്കളുടെ സ്വഭാവം സംസ്കരിക്കുന്നത്, അവരുടെ ആത്മാവിനെ സ്ഫുടം ചെയ്യുന്നത്, അവരുടെ സ്വഭാവങ്ങളെ പരിഷ്കരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരു രക്ഷിതാവും സ്വന്തം മക്കളെ നിസ്കാരം പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവഗണന കാണിക്കരുത്. സമയമായാൽ നിസ്കരിക്കാൻ അവനെ ഓർമ്മപ്പെടുത്തണം. നിസ്കാരത്തിനു വേണ്ടി ശുദ്ധീകരണം ചെയ്യേണ്ടുന്ന രൂപം
അവനെ പഠിപ്പിക്കുകയും നിസ്കരിക്കേണ്ട രീതി ശീലിപ്പിക്കുകയും നിസ്കാരത്തിനു വേണ്ടി തന്നോടൊപ്പം മകനെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ആവർത്തിച്ച് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിൽ മടി തോന്നാതിരിക്കുകയും വേണം. അങ്ങനെ മകൻ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവെന്ന് പിതാവിന് ആശ്വാസം കൊള്ളാനാവണം. കാരണം നിസ്കാരം വഴിയാണ് ഇഹപര വിജയം നമ്മുടെ മക്കൾ കൈവരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അഹമ്മ അംരിക്കും ഇൻദി അസ്സലാ, നിങ്ങളുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് എനിക്ക് നിസ്കാരമാണ്. ഫമൻ ഹഫിളഹാ വഹാഫള അലൈഹാ, ഒരാൾ നിസ്കാരം കൃത്യമായി സൂക്ഷിക്കുകയും പതിവാക്കുകയും ചെയ്താൽ ഹഫിള ദീന, അവനവന്റെ ദീനിനെ സംരക്ഷിക്കുന്നവനാണ്. വമൻ ളയ്യഅഹാ ഫഹുവ ലിമാ സിവാഹാ അളിയ, ഇനി ഒരാൾ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെടുത്താൻ അവന്റെ വിഷയത്തിൽ കൂടുതൽ സാധ്യതയുമുണ്ട്. സത്യവിശ്വാസികളെ, മക്കളുടെ പഠന പുരോഗതി അവഗണിക്കുകയും വിശുദ്ധ ഖുർആൻ പഠനവും അവരുടെ പാരമ്പര്യത്തിന്റെയും നാഗരികതയുടെയും ഭാഷയായ സ്ഫുടമായ അറബി ഭാഷ പഠിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുടെ കാര്യം അത്ഭുതകരമാണ്. അഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് റഅഹുല്ലാഹ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ലുഗത്തുനൽ അറബിയ്യ ഖിമ്മത്തുൻ ഫിൽ ജമാൽ, നമ്മുടെ അറബി ഭാഷ സൗന്ദര്യത്തിന്റെ ഉച്ചിയിലാണ്. വഖിമ്മത്തുൻ ഫിൽ ഇത്തിസാഇ വശുമൂൽ, സമഗ്രതയിലും പ്രവിശാലതയിലും പരമകോടിയിലാണ്. വഖിമ്മത്തുൻ ഫീ കൗനിഹാ വിആഅൻ ലിൽ ഹദാറ, നമ്മുടെ നാഗരികതയുടെ കവചമെന്ന നിലയിൽ അറബി ഭാഷ ഉന്നതമായ ശ്രേണിയിലാണ്. സത്യവിശ്വാസികളെ, മക്കളോടുള്ള അവഗണനയിൽ അപകടകരമായ മറ്റൊന്ന് അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള പ്രേരണകൾ നാം അവർക്കു നൽകാതിരിക്കലാണ്. ദീർഘമായ സമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കു മുന്നിൽ അവർ ചെലവഴിക്കുന്നതു കാണുമ്പോൾ നാം അവരെ ഉപദേശിക്കാതിരിക്കുന്നതാണ്. വ്യവസ്ഥകളോ നിയന്ത്രണങ്ങളോ ഇല്ലാത്ത ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ അമിതോപയോഗം നമ്മുടെ മക്കളുടെ പരസ്പര ബന്ധങ്ങളെ ക്ഷയിപ്പിക്കുകയും അവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുകയും കുടുംബവുമായുള്ള അവരുടെ ഇടപഴകലുകൾ കുറയ്ക്കുകയും ചെയ്യും. ഇത് സാമൂഹികമായി വലിയ പ്രശ്നങ്ങൾക്കു കാരണമാവുകയും അവരുടെ പ്രായവുമായി യോജിക്കാത്ത കണ്ടന്റുകൾ അവർ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയും അതവരുടെ സ്വഭാവങ്ങളെ, ധാർമ്മികതയെ നശിപ്പിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ കോപം വന്നു ചേരാൻ അതു കാരണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ മക്കളെ ഈ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അവരെ അത് ബുദ്ധിപൂർവം ഉപയോഗിക്കുവാൻ നാം പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന കർമ്മങ്ങളിൽ നാം അവരെ പങ്കാളികളാക്കുക. കാരണം ഇന്നു നാം വരുത്തിവെക്കുന്ന ഒരശ്രദ്ധ നമ്മുടെ മക്കൾക്ക് ജീവിത പരാജയം തന്നെ വന്നുചേരാൻ കാരണമായി തീരാം. മക്കളോട് നാം കാണിക്കുന്ന അവഗണനകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് അവരവരുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിൽ നാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുന്നതാണ്. കാരണം കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്നത് കുടുംബം കൂടി പങ്കാളികളാവേണ്ടുന്ന ഉത്തരവാദിത്തമാണ്. ഒരു കാരണവശാലും മക്കൾ സ്വന്തം അവരുടെ കൂട്ടുകാരെ കണ്ടെത്തരുത്. നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരെ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ മക്കൾ ഒരു കാരണവശാലും തിന്മയുടെ വാഹകരുടെ കയ്യിലെ ഇരകളായി മാറരുത്. അത്തരം ആളുകൾ നമ്മുടെ മക്കളുടെ ബുദ്ധിയെ തെറ്റായ വിവരങ്ങൾ കൊണ്ടും അബദ്ധ ജടിലമായ ധാരണകൾ കൊണ്ടും നിറയ്ക്കുകയും അത് അവരെ ലഹരി പദാർത്ഥങ്ങളുടെയും മാരകമായ മറ്റു വസ്തുക്കളുടെയും അടിമകളാക്കി തീർക്കും. വിശുദ്ധ പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരാൾ തന്റെ കൂട്ടുകാരന്റെ രീതികൾ അനുസരിച്ചായിരിക്കും, മതമനുസരിച്ചായിരിക്കും
അതുകൊണ്ട് ഓരോരുത്തരും ആരുമായെല്ലാമാണ് കൂട്ടുകൂടുന്നതെന്ന് വിചിന്തനം ചെയ്തുകൊള്ളട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ ആൺമക്കളുടെയും പെൺമക്കളുടെയും കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. മക്കളിൽ സ്തുത്യർഹമായ മൂല്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. നമ്മുടെ മതവും സമൂഹവും മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളിലും ഈ രാജ്യത്തിന്റെ നേതൃത്വത്തോടുള്ള ഇഷ്ടത്തിലും പ്രതിബദ്ധതയിലും ഉത്തരവാദിത്ത ബോധത്തിലും അവരെ നാം വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഫല്ലാഹുമ്മ അഇന്നാ അലൽ ഇഹ്തിമാമി ബിഔലാദിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ വേണ്ടവിധം പരിഗണിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. സത്യവിശ്വാസികളെ, നമ്മുടെ മക്കളുടെ മാനസികാരോഗ്യത്തിന് അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യം നാം അവരെ വൈകാരികമായി അവഗണിക്കുന്നതാണ്. നമ്മുടെ മക്കൾ എപ്പോഴും അവരെ പരിഗണിക്കുകയും സ്നേഹലാളനയോടെ അവരെ തലോടുകയും ചെയ്യുന്ന മാതാപിതാക്കളെ ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. മാതാപിതാക്കൾ മക്കളെ ആർദ്രതയോടെ കരുണയോടെ കാണുകയും അവരിൽ ആത്മവിശ്വാസവും സമാധാനവും പടർത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ നാം പിന്തുടരുന്നതിന്റെ ഭാഗവുമാണ്. വിശുദ്ധ പ്രവാചകർ തന്റെ പേരമക്കളായ ഹസൻ, ഹുസൈൻ എന്നിവരെ തന്നിലേക്കു ചേർത്തു പിടിച്ച് അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമാ ഫഅഹിബ്ബഹുമാ എന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, ഈ രണ്ടു മക്കളെയും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അല്ലാഹുവേ നീയും അവരെ ഇഷ്ടപ്പെടണമേ എന്ന്. മാതാപിതാക്കളുടെ അവഗണന കാരണം, അവർ വേണ്ടവിധം വൈകാരികമായി മക്കളെ ശ്രദ്ധിക്കാത്തതു നിമിത്തം, അവരുടെ നേട്ടങ്ങളെ പരിഗണിക്കാത്ത കാരണം കൊണ്ട് എത്രയെത്ര മക്കളാണ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മാനസിക പിരിമുറുക്കങ്ങളിലൂടെ സാമൂഹിക പ്രതിസന്ധികളിലൂടെ ജീവിതം മുന്നോട്ടു നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം നമ്മുടെ മക്കളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുക, നമ്മുടെ സ്നേഹം അവർക്കു വേണ്ടി ചെലവഴിക്കുക, നമ്മുടെ സമയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിഹിതം മക്കൾക്കായി മാറ്റിവെക്കുക, നമ്മുടെ പരിഗണനയിൽ അവരർഹിക്കുന്ന ഒരംശം അവർക്കു വേണ്ടി നൽകുക. നമ്മുടെ മക്കളുടെ സംരക്ഷണ ചുമതലയും ഉത്തരവാദിത്വവും നമ്മുടെ വീട്ടുജോലിക്കാരെ മാത്രം ഏൽപ്പിക്കാതിരിക്കുക. കാരണം അതവർക്ക് നമ്മളുമായുള്ള മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ ക്ഷയിപ്പിക്കുകയും അവരിൽ നമുക്കു പരിചയമില്ലാത്ത നമ്മിലേക്ക് വന്നു ചേർന്ന മോശം ശീലങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാവുകയും ചെയ്യും. അതേസമയം അത്തരം ദുസ്ഥിതിയുടെ പൂർണ്ണ ഉത്തരവാദികൾ രക്ഷിതാക്കളായ നമ്മളായിത്തീരുകയും ചെയ്യും. വിശുദ്ധ പ്രവാചകർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഊൽ. ഒരാൾ കുറ്റക്കാരനായിത്തീരാൻ സ്വന്തം ഉത്തരവാദിത്വമുള്ള ആളുകളെ, സ്വന്തം കീഴിലുള്ള ആളുകളെ അവഗണിക്കുക എന്ന കാര്യം മാത്രം മതിയെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ, തങ്ങളുടെ മകനെ തങ്ങൾ കൂട്ടുകാരനായി കണ്ട് അവനു നല്ല മാതൃക തീർക്കുക. തങ്ങളുടെ നിലപാടിലൂടെ, കുലീനതയിലൂടെ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലൂടെ നന്നായി തങ്ങളുടെ സമ്പത്തും ഇടപെടലുകളും നിയന്ത്രിക്കുന്നതിലൂടെ മക്കൾക്ക് മാതൃകയാവുക. ഒരിക്കലും പൗരുഷത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് മക്കൾ അകന്നു ജീവിക്കുന്ന സാഹചര്യം നമ്മുടെ അവഗണന കാരണമായി വന്നുചേരാൻ പാടുള്ളതല്ല. നമ്മുടെ മക്കളെ നാം നന്നായി പരിഗണിക്കുക. അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് താങ്ങാവും, തണലാവും, കുടുംബത്തിനും സമൂഹത്തിനും അവർ പിന്തുണയായി മാറും. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. മറിച്ച് അവർക്ക് കൂട്ടായി മാറുക, തുണയായി തീരുക. സ്നേഹം കൊണ്ട്, ആർദ്രത കൊണ്ട് അവരെ ചേർത്തു പിടിക്കുക. ലജ്ജയുടെയും ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മൂല്യങ്ങൾ അവരിൽ നട്ടുവളർത്തുക. എങ്ങനെയാണ് നന്നായി പെരുമാറേണ്ടതെന്ന്, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുക. അവരെ നല്ല അനുകമ്പയുള്ള സഹോദരിയായി, സ്നേഹസമ്പന്നയായ ഇണയായി
കരുണാർദ്രയായ ഉമ്മയായി വളർത്തിയെടുക്കാൻ നാം സദാ ശ്രദ്ധരാവുക. നമ്മുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയും ആൺമക്കളോടും പെൺമക്കളോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അറിയാതെ വളർന്നു വന്നുകൂടാ. കാരണം മക്കളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുക എന്നത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ്. അതിന് മതപരമായ വശമുണ്ട്, ദേശപരമായ തലമുണ്ട്, നിയമപരമായ പശ്ചാത്തലങ്ങളുമുണ്ട്. വീടും വിദ്യാലയവും പള്ളിയും സമൂഹവും ഈ മേഖലയിൽ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുമുണ്ട്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.